നമ്മുടെ ബുദ്ധനെ ബോധിമരച്ചോട്ടിലിരുന്നപ്പോഴത്തേനുമാണ് വെളിപാട് വന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ബോധം വന്നത് എൻ്റെ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ കുറേ ആലോചിച്ച് നോക്കി. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. എന്തായാലും ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും അകത്തിരുന്ന് ആലോചിച്ച് ഞാൻ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എനിക്ക് പുറത്തിരുന്ന് കുറച്ച് നേരം ആലോചിക്കാമെന്ന്. അങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. ദേ എൻ്റെ ഐറ അവിടെ നിന്നൊരു പൂച്ചയെ പേടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഐറയുടെ ആത്മാർത്ഥത കൊണ്ട് വീട്ടിൻ്റെ അകത്ത് ആരും കയറാത്തത് കൊണ്ട് അവൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതൊക്കെ ചെയ്യണതെന്ന്. പക്ഷേ വെറും തെറ്റിദ്ധാരണയാണ്. അവൾ ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാനവിടെ ഉണ്ടല്ലോ. അപ്പം അവൾ കുറച്ച് വിശ്വസ്തയായ ആളാണെന്ന് തെളിയിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവളുടെ പ്രഹസനമാണത്. കണ്ടോ, ഞാൻ കണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഓക്കെ നിർത്തി. ആ പൂച്ചയാണെങ്കിൽ അതിൻ്റെ പാട്ടിന് ഒരു പേടിയില്ലാണ്ട് നേരെ തിരിച്ചു പോയി. സോ അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. പണ്ട് എൻ്റെ വീട്ടുകാരൊക്കെ പറയായിരുന്നു എൻ്റെ ജാതകത്തിലുണ്ട് ഞാനൊരു മൃഗഡോക്ടറാവുന്നു. സോ മനസ്സിൽ ലഡു പൊട്ടിയായിരുന്നു എൻ്റെ. ഞാനിപ്പം മൃഗഡോക്ടറാവും, വലുതായി കഴിയുമ്പോൾ ഞാൻ മൃഗഡോക്ടറാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നാട്ടുകാരോടൊക്കെ വീമ്പിളക്കിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. അതിൽ ഞാനിപ്പോൾ നന്നായിട്ട് ഖേദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ജോലി ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഞാൻ മാത്രമാണോ അതോ നിങ്ങളെല്ലാവരും ഇതുപോലെ ലക്ഷ്യമുള്ളവരാണോ അതോ എന്നെപ്പോലെ ഒരു ഒഴുക്കിനകത്ത് നീന്തുകയാണോ എന്നറിയാനൊരാഗ്രഹം. അപ്പോൾ എന്നെപ്പോലെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.